ചെങ്ങന്നൂർ മഴുക്കീർ പറയനക്കുഴി മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ ചെറുതും വലുതുമായ 3ഓളം അപകടങ്ങളാണ് നടന്നത്. ഈ അടുത്ത കാലത്തായി MC റോഡിൽ പ്രാവിൻകൂട് മുതൽ മുണ്ടൻകാവ് വരെയുള്ള ജംഗ്ഷനുകളിൽ ചെറുതും വലുതുമായി ഏകദേശം 140-ൽ പരം അപകട പരമ്പരകളാണ് നടന്നിട്ടുള്ളത്. കണക്കുകൾ പ്രകാരം ഇതിൽ 20-ൽ പരം ആളുകൾ മരണപ്പെട്ടിട്ടുമുണ്ട്. വിധിയോട് തോറ്റ് ഗുരുതര പരിക്കേറ്റവരും നിരവധിയാണ്. വിധിയോട് പടപൊരുതുന്നവർ നിരവധി. എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ റെഡ് ക്രോസിന്റെ സജീവ പ്രവർത്തകനാണ്. കൂടാതെ തന്നെ ഇവിടെ ഈ പ്രാവൻകൂട് മുതൽ നമ്മുടെ കല്ലിശ്ശേരി വരെയുള്ള ഭാഗം വളരെ നല്ല റോഡാണ്. വളരെ നല്ല നീളത്തിലുള്ള റോഡാണ്. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡായതുകൊണ്ട് ഇവിടെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഈ ആഴ്ച തന്നെ 3-4 അപകടങ്ങൾ ഉണ്ടായി. ഈ കഴിഞ്ഞ 9-ാം തീയതി ഒരു ബൈക്കുകാരൻ്റെ പുറകിൽ കൊണ്ടുവന്ന് നമ്മുടെ ഇവിടുത്തെ ആംബുലൻസ് കൊണ്ടുവന്ന് ഇടിക്കുകയും അതും വളരെയേറെ പരിക്കുകൾ പറ്റുകയും ചെയ്യും. ഇപ്പൊ ഇന്നലെ തന്നെ വൈകുന്നേരം ഒരു ബൈക്കുകാരന്റെ പുറകിൽ കൊണ്ടുവന്ന് ഒരു കാറുകാരൻ കൊണ്ടിടിച്ചു. അതിനുശേഷം ഇന്നലെ രാത്രിയിൽ തന്നെ ഒരു കാറും ടാങ്കറിലോട്ട് കൂട്ടിയിടിച്ചു. അപ്പൊ നിരന്തരം ഇവിടെ അപകടങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത്. അതിന് ശക്തമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാവണം. അത് അധികൃതരുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള നടപടി ഉണ്ടായിരുന്നെങ്കിൽ നിരന്തരം ഇവിടെ അപകടങ്ങൾ ഉണ്ടാവുകയാണ്. ഇവിടെ മരണത്തിലേക്ക് ആൾക്കാരെ തല്ലുവിടുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടം ഉണ്ടാക്കരുത്. അതിന് വേണ്ട നടപടികൾ എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ തന്നെ നിരന്തരം ഈ റോഡിന്റെ അവിടെ ഒന്നുകിൽ ചെക്കിങ്ങോ അല്ലെങ്കിൽ അതിന് വേണ്ട എന്താണ് വേണ്ടതെന്നുള്ളത് ഗതാഗത വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ PWDയുടെ ഭാഗത്തു നിന്നോ ഏത് രീതിയിലായുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3ഓളം അപകടങ്ങളാണ് ഇവിടെ നടന്നത്. ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിലെ 108 ആംബുലൻസ് ഇടിച്ച് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ദമ്പതികൾക്ക് പരിക്കേറ്റിരുന്നു. തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്ധനം നിറച്ചു വന്ന ടാങ്കർ ലോറിയുമായി അടൂരിലേക്ക് പോവുകയായിരുന്ന കാർ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ശേഷം അന്ന് തന്നെ കാറും സ്കൂട്ടറും ഇടിച്ച് മറ്റൊരു അപകടവും നടന്നിരുന്നു. ലോറിയും കാറുമായി കൂട്ടിയിടിച്ച അപകടത്തിൽ കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്കാണ് സാരമായി പരിക്കേറ്റത്. ഇവരെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പറയുന്നത്. ആംബുലൻസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവറുടെ അനാസ്ഥയാണ് ഇരുചക്ര യാത്രികരായ ദമ്പതികളെ ഇടിച്ചിട്ടതിന് കാരണമായി പറയുന്നത്. ഇതിൽ ആംബുലൻസ് ഡ്രൈവർക്കെതിരെ ചെങ്ങന്നൂർ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റോഡ് പരിഷ്കരിച്ചതിനെ തുടർന്നാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഇവിടെ ഇല്ലെന്നും ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.